Anvitar is strong hybrid ആണ്. Okay. 2023 മോഡൽ. മറ്റേ മൈൽഡ് ആയിരുന്നല്ലേ? മൈൽഡ് ഹൈബ്രിഡ് ആണ്. നെക്സ്റ്റ് വണ്ടി ടാറ്റ സഫാരി. ഇത് 2021 മോഡലാണ്. XZ A+ എന്നുള്ള ടോപ്പ് എൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക് വേർഷൻ ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ അല്ലേ? ഡീസൽ അതെ. ഹാരി റീവി. എങ്ങനെയാ? ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. EV അങ്ങനെ വല്ലാണ്ട് വന്നു തുടങ്ങി. അതെ അതെ അതെ. നെക്സ്റ്റ് ജീപ്പ് കോമ്പസ്. ഇത് 2021 മോഡലാണ്. ഡീസൽ മാനുവൽ സ്പോർട്ട് എന്നുള്ള വേരിയന്റുള്ള വാഹനമാണ്. അടുത്ത് ഗ്രാൻഡ് വിറ്റാര അതെ. എങ്ങനെയാ ഡീറ്റെയിൽസ്? ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. 2021 മോഡലാണ്. അടുത്ത് രണ്ട് ക്രെറ്റ ഒരേ ഷേപ്പ് അല്ലേ? ഒരേ ഷേപ്പിലുള്ള രണ്ട് ക്രെറ്റ. ഇത് ഡീസലും പെട്രോളും. എങ്ങനെയാ? അപ്പോൾ പെട്രോൾ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇന്നോവ ക്രിസ്റ്റ ആണ്. എങ്ങനെയാ? 2021 GX ഓട്ടോമാറ്റിക് ആണ് വാഹനം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എക്സ്ട്രൈവിലാണ്. SUVസിൻ്റെ വൻപൻ കളക്ഷനുണ്ട്. SUV ഇഷ്ടംമാതിരി SUVകളാണ്. SUVകളുടെ ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക് അതേമാതിരി മാനുവൽ ടൈപ്പ്, പ്രീമിയം സെഗ്മെൻറ്റ്, മിഡിൽ സെഗ്മെൻറ്റ് എല്ലാം വരുന്നുണ്ട്. SUVകളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഇവിടുത്തെ മുന്നിലായിട്ടുണ്ട്. വീഡിയോയുടെ സ്വാഗതം. താങ്ക് യു. നമ്മൾ അത്യാവശ്യം നല്ല വണ്ടികളുടെ കളക്ഷനിൽ പ്രീമിയം വണ്ടികളും ബഡ്ജറ്റ് കളക്ഷൻസും മിഡിൽ സെഗ്മെൻറ്റ് SUVs എല്ലാം ഉണ്ട്. അത്യാവശ്യം നമ്മൾ ഒരുപാട് എല്ലാ മോഡലുള്ള വണ്ടികളാണ്. എല്ലാം പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. മിക്കവാറും സിംഗിൾ ഓണർഷിപ്പ് വണ്ടികൾ. എല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ്. ലൊക്കേഷൻ കൂടുതലും സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ് ഞങ്ങൾ പർച്ചേസ് എടുക്കാറ്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരാണ്. USD ഗ്ലോബലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സർവീസ് റോഡാണ് വരുന്നത്. നമ്മുടെ അൽസാജ് അരീനയുടെ അടുത്തായിട്ടാണ് വരുന്നത്. ഒരു നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം പോലെ 2016 മുതലുള്ള വണ്ടികൾക്ക് 5 വർഷം വരെ ലോൺ കിട്ടുന്നുണ്ട്. മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത് 2013 മുതലുണ്ട്. ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വെഹിക്കിൾ നമുക്ക് ഹാരി റീവിയും തുടങ്ങാം. ഹാരി റീവി എങ്ങനെയാ? ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. EV അങ്ങനെ വല്ലാണ്ട് വന്നു തുടങ്ങി. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ തന്നെയാണെന്ന് പറയാം. അതെ അതെ. ഇതിപ്പോൾ 2025 മോഡലാണ്. വെറും 10,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണല്ലോ? സിംഗിൾ ഓണർഷിപ്പിലാണ്. ഓക്കെ, നമ്മുടെ എത്ര വർഷം വരുന്നത്? വാറണ്ടി ഇത് സെക്കൻഡ് ഓണറിന് 10 ഇയർ വരെ വാറണ്ടി ഉണ്ട്. ഫസ്റ്റ് ഓണറിന് 15 വർഷം, സെക്കൻഡ് ഓണറിന് 10 ഇയർ ആണ് ഇതിന്റെ വാറണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഓണർ ആണെങ്കിൽ 15 വർഷം, സെക്കൻഡ് ഓണർ ആണെങ്കിൽ 10 വർഷം. അതെ അതെ. 10 വർഷം വാറണ്ടി ഉണ്ട്. അതെ. ഓക്കെ, കിലോമീറ്റർ 10,000 കിലോമീറ്റർ. നമ്മുടെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് വരുന്നത് ഓഫർ പ്രൈസ് 27 ലക്ഷം രൂപയാണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ എങ്ങനെ പ്രൈസ് വരുന്നത്? പുതിയതിന്റെ പ്രൈസ് വരുന്നത് 33 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 6 ലക്ഷം രൂപ 6 ലക്ഷം രൂപ ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. 10,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിനാൻസ് എങ്ങനെയാണ് വരുന്നത്? ഫിനാൻസിന് 100% ഫിനാൻസ് കിട്ടുന്നത്. 1 രൂപ പോലും മുടക്കാതെ ഈ വാഹനം സ്വന്തമാക്കാം. ഫുൾ ഫിനാൻസ് കിട്ടും. ഫുൾ ഫിനാൻസ്. പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ, സിവിൽ ഓക്കെ ആണെങ്കിൽ 100% ഫിനാൻസ്. മുന്നോട്ട് നെക്സ്റ്റ് വണ്ടി ടാറ്റ സഫാരി. ഇതും അങ്ങനെ അധികം വന്നിട്ടില്ലല്ലേ? നമ്മുടെ കുറവാണ് വണ്ടി. അതെ അതെ. പക്ഷെ നല്ല കളറുമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡലാണ്. XZ A+ എന്നുള്ള ടോപ്പ് എൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക് വേർഷൻ ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ അല്ലേ? ഡീസൽ അതെ. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ ആയി? സിംഗിൾ ഓണർഷിപ്പ് വെറും 29,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസ്മെന്റ്സും ഇല്ല. ഓക്കെ, കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. സീറ്റെല്ലാം വെൽ മെയിൻറ്റൈൻ ആണ്. പക്ക ക്ലീൻ കണ്ടീഷനുള്ള വാഹനമാണ്. സൺറൂഫ് എല്ലാം വരുന്നുണ്ട്. അതെ അതെ അതെ. എല്ലാം വരുന്നുണ്ട്. ഈ വാഹനത്തിൽ ഞങ്ങൾ ഇട്ടേക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 14,75,000 മാത്രമാണ് ഓഫർ പ്രൈസ്. ഓക്കെ, ഇത് ഫിനാൻസിങ്ങോ? ഫിനാൻസും ഇത് 100% എലിജിബിലിറ്റി ഉള്ള കസ്റ്റമേഴ്സിന് 100% കൊടുക്കാൻ പറ്റുന്നതാണ്. രണ്ട് ക്രെറ്റ ഒരേ ഷേപ്പ് അല്ലേ? ഒരേ ഷേപ്പിലുള്ള രണ്ട് ക്രെറ്റ. ഇത് ഡീസലും പെട്രോളും. എങ്ങനെയാ? അപ്പോൾ പെട്രോൾ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? പെട്രോൾ വരുന്നത് 2016 മോഡലാണ്. ഓക്കെ, വെറും 32,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസ്മെന്റ്സും ഇല്ല. ഓക്കെ, നമ്മുടെ ക്രെറ്റ പെട്രോൾ എങ്ങനെ മൈലേജ് വരുന്നത്? ക്രെറ്റ പെട്രോളിന് അപ്രോക്സിമേറ്റ് ഒരു 12-13 സിറ്റി ഡ്രൈവിൽ വരുന്നത്. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 7,80,000 രൂപയാണ്. ഓക്കെ, ഫിനാൻസും ഇതിനകത്ത് 7 ലക്ഷം വരെ ഫിനാൻസും അവൈലബിൾ ആണ്. വെറും 80,000 രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം. പെട്രോൾ ഓട്ടോമാറ്റിക്കിന് SX എന്നുള്ള ടോപ്പ് എൻഡ് വേരിയന്റ്. അതെ. ഓക്കെ, അപ്പോൾ ഡീസലിലോട്ട് പോകുമ്പോൾ ഡീസലും SX എന്നുള്ള ടോപ്പ് എൻഡ് വേരിയന്റ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, മോഡൽ 2017 ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർ 1,16,000 കിലോമീറ്റർ ആണ്. ഓക്കെ, കമ്പനി സർവീസ് ആണല്ലോ? അതെ അതെ അതെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസ്മെന്റ്സും ഇല്ല. രണ്ടും പക്ക സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ട്. ഇതും ടോപ്പ് എൻഡ് വെഹിക്കിൾ അല്ലേ? ടോപ്പ് എൻഡ് വെഹിക്കിൾ, രണ്ടും ടോപ്പ് എൻഡ് വെഹിക്കിളാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 8,50,000 രൂപ. 8,50,000 രൂപ. ഫിനാൻസ് ആണെങ്കിൽ 8 ലക്ഷം വരെ ഫിനാൻസും കിട്ടും. അതെ. ഓക്കെ, നെക്സ്റ്റ് ജീപ്പ് കോമ്പസ്. ഇത് 2021 മോഡലാണ്. ഡീസൽ മാനുവൽ സ്പോർട്ട് എന്നുള്ള വേരിയന്റുള്ള വാഹനമാണ്. വെറും 39,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത്.
ഓക്കെ. ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ. ഡീസൽ മാനുവൽ അല്ലേ? അതെ അതെ അതെ. റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. ഓക്കെ. ഇൻ്റർ കണ്ടീഷൻ നീറ്റാണ്, മെയിൻറ്റൈൻഡ് ആണ്. അതിനകത്ത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റ് ഇരിപ്പുണ്ട്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, പോറുണ്ട്, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ടല്ലോ? എല്ലാം വരുന്നുണ്ട്. ഫീച്ചേഴ്സ് ലോഡഡ് ആണ് വാഹനം. നല്ല കളറാണ്, ബ്ലാക്ക്. അപ്പം ജീപ്പ് കോമ്പസ് ഡീസൽ മാനുവൽ. ഡീസലിനാവും മൈലേജ് എത്ര വരും? 18 മേലെ വരത്തില്ലേ? ഒരു 15 മുകളിൽ കിട്ടും. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 14,40,000 രൂപ. ഓക്കെ. ഫിനാൻസോ? ഫിനാൻസും അപ്രോക്സിമേറ്റ് ഒരു 13.5 ലക്ഷം വരെ ഫിനാൻസും കിട്ടും. ശരി. അപ്പോൾ നെക്സ്റ്റ് ഗ്രാൻഡ് വിറ്റാര. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. ഓക്കെ. 2022 മോഡലാണ്. ഡെൽറ്റ എന്നുള്ള വേരിയന്റ് വരുന്നത്. 22 ഡെൽറ്റ അല്ലേ? അതെ അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സിംഗിൾ ഓണർഷിപ്പ് ആണ്, 39,000 കിലോമീറ്റർ. ഓക്കെ. പെട്രോൾ ഹൈബ്രിഡ് ആണ്. അതെ. എയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷൻ, വെൽ മെയിൻറ്റൈൻഡ് ആണ്. വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസ്മെൻറ്റ്സും ഇല്ല. സീറ്റ് ഓർ ചെയ്തിട്ടാണ് കേട്ടോ. അതിനകത്ത് ഫോർഡർ പോറുണ്ട്, പോസ്റ്റ് സ്റ്റിയറിംഗ്, ചിൽമ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് കീല സെൻറ്റർ എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഓവറോൾ ഗുഡ് കണ്ടീഷൻ, വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 10,55,000 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 10,55,000 രൂപ. ഓക്കെ. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിന് 15 ലക്ഷം രൂപ വില വരുന്നുണ്ട്. അപ്പോൾ വേറെ ഫിനാൻസ് ഇപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് ഈ വാഹനം സ്വന്തമാക്കാം. അപ്പോൾ നെക്സ്റ്റ് ഗ്രാൻഡ് വിറ്റാര. ഗ്രാൻഡ് വിറ്റാര ഇത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. ഓക്കെ. 2023 മോഡൽ. മറ്റേ മൈൽഡ് ആയിരുന്നല്ലേ? മൈൽഡ് ഹൈബ്രിഡ് ആണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്, 30,000 കിലോമീറ്റർ. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല? റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ല. വേരിയന്റ് ഏതാ വരുന്നത്? ഇത് ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. അലോയ്സ് എല്ലാം വരുന്നുണ്ടല്ലോ? അതെ അതെ അതെ. ഓക്കെ. ടോപ്പ് എൻഡ് ആണ്. ഹൈബ്രിഡ് ആണ്. നീറ്റ് ആണ്, വേറെ സ്ക്രാച്ചസ് നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇതിനകത്ത് പുഷ്ടായിട്ട് കീല സെൻറ്റർ എല്ലാം വരുന്നുണ്ട്. പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. പുതിയ വണ്ടിക്ക് അപ്രോക്സിമേറ്റ് 25 ലക്ഷം വില വരുന്ന വാഹനമാണ്. ഞങ്ങൾ കൊടുക്കുന്ന പ്രൈസ് 18 ലക്ഷം രൂപയാണ്. 18 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഓഫർ പ്രൈസിൽ വാങ്ങാം. അതെ. കിലോമീറ്റർ ലോ കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്റർ, 30,000 കിലോമീറ്റർ. വണ്ടി ഗുഡ് കണ്ടീഷൻ ആണ്. അതെ. അപ്പം നമ്മുടെ ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഈ വാഹനത്തിനും എലിജിബിൾ ആയിട്ട് കസ്റ്റമേഴ്സിന് 100% കൊടുക്കാൻ പറ്റും. ഫിനാൻസ് ഇല്ലെങ്കിൽ ഒരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ അടച്ചാലും നമുക്ക് എടുക്കാം. അപ്പോൾ അടുത്തത് കിയ സോണറ്റ്. 7D സീറ്റ് ഓട്ടോമാറ്റിക്. അതെ അതെ അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 1 ലിറ്റർ ടർബോ ആണ്. 2020 മോഡലാണ്. 2020 മോഡൽ 30,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള വാഹനം. പെട്രോൾ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും? ഒരു റീപ്ലേസ്മെന്റ്സും ഇല്ല. സിംഗിൾ ഓണറുമാണ്. നീറ്റാണ്, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 60% ടയറുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. ഇന്റീരിയർ കണ്ടീഷൻ നീറ്റാണ്. ഒറിജിനൽ GT ലൈനിൻ്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. റിമോട്ട് കൺട്രോൾസ്, ഓർഡർ പോറുണ്ട്, പവർ സ്റ്റിയറിംഗ്. എത്ര എയർ ബാഗ് വരുന്നത് ഇതിനകത്ത്? എയർ ബാഗ് 4 എയർ ബാഗാണ് വരുന്നത്. 6 എയർ ബാഗ് വരുന്നുണ്ട്. കട്ടൻ എയർ ബാഗ് GT ലൈൻ എന്നുള്ള ടോപ്പ് എൻഡ് വാഹനമാണ്. അപ്പോൾ 6 എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ. നീറ്റാണെന്ന് പറയാം. നീറ്റ് വെഹിക്കിൾ നീറ്റ് ആയിട്ടുള്ള വാഹനമാണ്. ഈ വാഹനം ഇതിന്റെ പ്രൈസ് വരുന്നത് 10,75,000 രൂപയാണ്. 10,75. ഓക്കെ. അപ്പോൾ ഫിനാൻസോ? ഫിനാൻസും ഈ വാഹനത്തിന് 10 ലക്ഷം വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. എന്നിട്ട് അപ്പോൾ അടുത്ത വണ്ടി ഇന്നോവ ക്രിസ്റ്റ ആണ്. എങ്ങനെയാണ്? 2021 GX ഓട്ടോമാറ്റിക് ആണ് വാഹനം. ഡീസൽ അല്ലേ? ഡീസൽ. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 99,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ. കമ്പനി സർവീസ് തന്നെ അല്ലേ? കമ്പനി സർവീസ് തന്നെയാണ്. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷനൊക്കെ നീറ്റാണ് കേട്ടോ. സീറ്റ് ഫാബ്രിക് ആണ്, മെയിൻറ്റൈൻഡ് ആണ്. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. റിമോട്ട് കൺട്രോൾസ് വരുന്നത്. ഫോട്ടോ പോയിന്റ് കുറച്ച് എല്ലാം വരുന്നത്. എയർ ബാഗ് ഡ്യുവൽ എയർ ബാഗാണ് വരുന്നത്. എന്തോ എയർ ബാഗ് എത്ര വരുന്നത്? ഡ്യുവൽ ആണോ? ഡ്യുവൽ എയർ ബാഗാണ്. ഓക്കെ. നീറ്റാണ്, സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വേറെ ഇല്ല. വേറെ പക്ക വണ്ടിയാണ്. ഓക്കെ. നല്ല കളറും അല്ലേ? അതെ അതെ. എങ്ങനെയാണ് പ്രൈസ്? ഇത് നമ്മളൊരു ഓഫർ പ്രൈസിന് കൊടുക്കുന്നത് 21 ലക്ഷം രൂപ. 21 ലക്ഷം രൂപ. 21 ലക്ഷം. ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ഡീസൽ 2021 മോഡൽ. ഓക്കെ. ഫിനാൻസ് എങ്ങനെ വരും? ഈ വാഹനത്തിന് എലിജിബിൾ ആയിട്ട് കസ്റ്റമറിന് 21 ലക്ഷം രൂപ ലോണും ലഭിക്കുന്നതാണ്. ഫുൾ ഫിനാൻസ്. അതെ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഹ്യുണ്ടായി ക്രെറ്റ. 2022 മോഡലാണ്. 22. ഓക്കെ. EX പെട്രോൾ ആണ്. മാനുവൽ അല്ലേ? മാനുവൽ. അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ് 42,000 കിലോമീറ്റർ. ഓക്കെ. ടയർ ഒരു 60% ടയറുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസ്മെന്റ്സും ഇല്ല. കമ്പനി സർവീസിനാണല്ലോ? പക്ക കമ്പനി സർവീസ്. ഓക്കെ. നീറ്റാണ് കേട്ടോ. സ്ക്രാച്ചസ് പോലും ഇല്ല. നീറ്റ് കണ്ടീഷൻ ഇരിപ്പുണ്ട്. ഡെന്റ് ഒന്നും ഇല്ല. നല്ല മെയിൻറ്റൈൻഡ് വെഹിക്കിൾ അല്ലേ? വെൽ മെയിൻറ്റൈൻഡ്. സീറ്റ് കവറും സീറ്റ് കവർ പ്രീമിയം സീറ്റ് ചെയ്തിട്ടുണ്ട്. നീറ്റുണ്ട്. കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഉണ്ട്. ഫോർഡർ പോറുണ്ട്, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് എങ്ങനെ വരുന്നത്? ഈ വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് 9,25,000 രൂപയാണ് പ്രൈസ്. 25. അതെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫിനാൻസും സെയിം. ഇതും ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഇന്നോവ ക്രിസ്റ്റ.
ഇന്നോവ ക്രിസ്റ്റ അതർ സ്റ്റേറ്റ് നോക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു വണ്ടി. അതായത് ഇത് ട്രിവാൻഡ്രം വണ്ടി തന്നെയാണ്, അതർ സ്റ്റേറ്റ് ഒന്നും അല്ല. ആ പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. വലിയ വണ്ടിയുടെ പ്രൈസിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ട്രിവാൻഡ്രം ഇത് 2016 മോഡലാണ്. 2,67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. സർവീസ് എങ്ങനെ? പക്ക ടൊയോട്ടോ സർവീസ് ആണ്. ഇസഡ് ആണല്ലേ വേരിയന്റ്? അതെ, ഇസഡ് വേരിയന്റ് ആണ്. ഓക്കെ, മാനുവൽ അല്ലേ? ഇസഡ് ഓട്ടോമാറ്റിക് ആണ്. സീറ്റർ പ്രീമിയം ആണ് കേട്ടോ. നീറ്റ് ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓർഡർ പോറുണ്ട്, പോസ്റ്റിംഗ്, സ്റ്റിയർ മോഡ് കൺട്രോൾസ്, എയർ ബാഗ്, എബിഎസ് എല്ലാം വരുന്നുണ്ടല്ലേ? എല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ 70-80% ടയർ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു പ്രശ്നമില്ല, പക്ക കമ്പനി സർവീസ് വാഹനമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 15,50,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 15 ലക്ഷം രൂപ. ഫിനാൻസ് എങ്ങനെ വരും നമുക്ക്? ഫിനാൻസ് ഒരു 14 ലക്ഷം വരെ ഫിനാൻസും അവൈലബിൾ ആണ് ഇതിനകത്ത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറേ വണ്ടി കാണിച്ചു, കാണിക്കാതെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ടല്ലേ? അതെ, പുതിയ സ്റ്റോക്ക് ഒരുപാട് ആഡ് ആവാനുണ്ട്. അപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതെല്ലാം കാണാൻ ഒരുപാട് വണ്ടികൾ കളക്ഷൻ. സ്ഥല പരിമിതി മൂലം കുറച്ച് വണ്ടികൾ പുറത്തായിട്ടേക്കുന്നത്. നമ്മൾ അത്യാവശ്യം വണ്ടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു